ഓറ പറയില്ല, ലാലേട്ടനൊക്കെ ഭയങ്കര ഓറയാന്ന് പറയും അല്ലേ. ഓറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജിയാണ്, പ്രഭാവലയം. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒക്കെ ബാക്കിൽ കണ്ടില്ല ഇങ്ങനെ റൗണ്ടിൽ എല്ലാ വ്യക്തികളിലും ഉണ്ട് ഈ ഓറ. പക്ഷെ ചില വ്യക്തികൾ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കും, ചില വ്യക്തികൾക്ക് ഓർഗാനിക്കായിട്ട് ഉണ്ടാവും. ലാലേട്ടനൊക്കെ വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ ഓറ എന്ന് പറയുന്നത് ഇപ്പോൾ 1,00,000 ജനങ്ങളുള്ള 1,00,000 ആളുകളുള്ള സ്ഥലത്ത് മോഹൻലാൽ എന്ന് പറഞ്ഞ പേഴ്സൺ വന്നു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ മോഹൻലാലിലേക്ക് പോകും. മോഹൻലാൽ എന്ന വ്യക്തിക്ക് അത്രത്തോളം പ്രഭാവലയുണ്ട്. ആ ആ ഒരു എനർജി അവിടെ സ്പ്രെഡ് ആവാണ്. മോഹൻലാലിന് മാത്രമല്ല എല്ലാ വ്യക്തികളിലും ഓറയുണ്ട്. ആ ഓറേനൊക്കെ ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. നമ്മളുടെ ചിന്തകളിലും പോസിറ്റീവായിട്ട് ഓൾറെഡി ചിന്തിച്ച് അങ്ങനെ പോസിറ്റീവ് എനർജി ഫുള്ള് നമ്മുടെ ശരീരത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഓറ അങ്ങനെ ക്ലെൻസ് ചെയ്ത് വരും. ഇപ്പോൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കുശുമ്പും കുഞ്ഞായ്മയ്ക്കുള്ള ആളുകളാണെങ്കിൽ ആ വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. വന്നിട തൊയിരിക്കേട് വന്നു കഴിഞ്ഞാൽ തലവേദന എന്ന് പറയും. പക്ഷേ ചില വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും ഓട്ടോമാറ്റിക്കായിട്ട് ഹാപ്പി ആവും ഇല്ലേ. നമ്മുടെ അഡ്രിനാലിൻ റഷ് അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പി ഹോർമോൺ ഓൾറെഡി ആ വ്യക്തിയുടെ പ്രസൻസിൽ നമുക്കൊരു ഹാപ്പി മൂഡ് വരും. അത് ആ വ്യക്തി തരുന്ന എനർജിയാണ്. ആ വ്യക്തിയിലുള്ള പോസിറ്റീവ് എനർജി അവിടെ സ്പ്രെഡ് ചെയ്യുകയാണ് ആ അറ്റ്മോസ്ഫിയറിലും. നമ്മളിലേക്കും ആ പോസിറ്റീവ് എനർജി വരികയാണ്. ചില വ്യക്തികളൊക്കെ അടുത്ത് പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും ചാർജ് ആവും, അല്ലെങ്കിൽ നമ്മൾ പോലും മോട്ടിവേറ്റഡ് ആവും. അത് ആ വ്യക്തിയുടെ ഓറയാണ്. ആ വ്യക്തി അത്രയും പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്, അത്രത്തോളം പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഓറയുണ്ട്. ഓറയൊക്കെ നമുക്കും ഡെവലപ്പ് ചെയ്തെടുക്കാം. ക്ലെൻസ് ചെയ്തിട്ടൊക്കെ നമുക്കും നല്ലൊരു പോസിറ്റീവ് പേഴ്സണായിട്ട് നമുക്ക് മാറാൻ പറ്റും.